ഹലോ, അപ്പോൾ നിങ്ങൾ തമ്നെയിൽ കണ്ട പോലെ തന്നെ ഐഫോൺ 16 പ്രോ മാക്സ് വാങ്ങിക്കാനായിട്ട് നമ്മൾ മാളിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മുടെ WTC മാളിൻ്റെ പ്രത്യേകത തന്നെ എന്ത് സംഭവവും നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ ലഭിക്കും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ WTC മാളിൽ 11-1 ലാൻഡ്മാർക്ക് ട്രേഡിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം ഫോണും അതേപോലെ പാത്തുൻ്റെ ടാബും എല്ലാം നമ്മൾ ഇവിടുന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് WTC മാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ. ഏത് സമയം എന്താ ആവശ്യത്തിന് നമ്മൾ ഓടി വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു മാൾ ഒക്കേഷണലായിട്ട് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളേ. അങ്ങനെ നമ്മൾ ലാൻഡ്മാർക്കിലെത്തി. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വ്യൂസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവിടെയുള്ള എല്ലാവരും തന്നെ നല്ല ഫ്രണ്ട്ലിയാണ്. വളരെ നല്ല രീതിയിലാണ് കേട്ടോ അവർ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്സസറീസ് എല്ലാം വാങ്ങിക്കാനായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സിദ്ദിഖ് ഭായ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെന്ന ഉടനെ അതെടുത്ത് തന്നു കേട്ടോ. ഈ ഐഫോണിനോടുള്ള ക്രേസ് എൻ്റെ ഹസ്ബൻഡിനാണ്. എനിക്ക് ഏത് ഫോണാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് ഫോണാണെങ്കിലും ഫോട്ടോ എടുക്കാൻ നല്ല ക്ലാരിറ്റി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഫോൺ അൺബോക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് നിർബന്ധമായിരുന്നു ഞാൻ തന്നെ അൺബോക്സ് ചെയ്യണമെന്ന്. എനിക്കൊരു ചമ്മലുമായിരുന്നു കേട്ടോ. എങ്കിലും ഹസ്ബൻഡിൻ്റെ താല്പര്യമല്ലേ എന്ന് കരുതി ഞാൻ അൺബോക്സ് ചെയ്തേ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്തെ സന്തോഷം ഒന്ന് നോക്കിയേ. ഇത് തന്നെയല്ലേ നമുക്കും വേണ്ടിയത്. നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഒരു സന്തോഷം വരുമ്പം ആ സന്തോഷം നമ്മുടേതും കൂടെ ആകും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഐഫോൺ 256 GB ആണ്. അതേപോലെ ഡെസേർട്ട് ടൈറ്റാനിയം കളറായിരുന്നു കേട്ടോ. ഈ കളർ തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നേ. എനിക്കും ഈ കളർ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഹസ്ബൻഡ് സ്വന്തമായിട്ടൊരു ഇഷ്ടമൊന്നുമുള്ള ഒരാളല്ല കേട്ടോ. ഇഷ്ടങ്ങളുണ്ടെങ്കിലും ഫാമിലിക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ടൊന്നും വാങ്ങിയില്ലെങ്കിലും മറ്റുള്ളവർക്കെല്ലാം വാങ്ങിക്കൊടുക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള ഐഫോൺ അങ്ങനെ ചില ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കുടുംബത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരാളാണ്. നിങ്ങളിനി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പുകഴ്ത്തി പറയുകയാണെന്ന് വിചാരിക്കല്ലേ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാനല്ലേ ഉള്ളൂ എൻ്റെ കെട്ടിയനെ പുകഴ്ത്താൻ. ഐഫോണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പഴയ ഫോണിലുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവേ. അപ്പം നമ്മളവിടെ ഡാറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണേ. പാട്ട് ഡാൻസ് കളിക്കും. ഈ സമയം കൊണ്ട് പാത്തുവിന് അവർ പാട്ടിട്ട് കൊടുത്തു കേട്ടോ. പാത്തു ഈ സ്പീക്കറിൻ്റെ അവിടെ പോയി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ പാട്ട് പ്ലേ ചെയ്തേ. അങ്ങനെ അതിനനുസരിച്ചുള്ള ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. പാത്തുവിന് ഇവരാരും അപരിചിതരല്ല കേട്ടോ. എല്ലാ ദിവസവും അവരെ എന്നും കാണാറുണ്ട് കേട്ടോ. ലുലുവിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മാളിക്കൂടെ ഞങ്ങൾ മിക്കവാറും കറങ്ങുവേ. ആ ദിവസങ്ങളിലെല്ലാം പാത്തു ഇവരെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഫ്രീഡമാണ് കേട്ടോ. ഇവിടെ പണ്ട് ഇവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്. അപ്പം അതിനകത്ത് മീനൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. മീനൊക്കെ ആരോ എല്ലാവരും വന്നിട്ട് എടുത്തുകൊണ്ട് പോയിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം. പാത്തു നോക്കി നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നിറച്ച മീനും ഉണ്ടായിരുന്നേ. പ്ലാസ്റ്റിക്കിൻ്റെ മീനുകളാണ്. അപ്പോൾ പാത്തു എന്ന് ഈ വഴി പോകുമ്പം ഇതിലേക്കിടെ ഞങ്ങൾ കയറിയില്ലെങ്കിലും അവൾ അകത്ത് കയറി ഇതിനെ കണ്ടിട്ടേ പോകത്തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഡാറ്റ ഷെയറിങ്ങിന് ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ എടുക്കുമെന്ന് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കവറും നോക്കി വെച്ചതിന് ശേഷം നമുക്ക് ലുലുവിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കവറൊക്കെ നോക്കി. അപ്പോൾ പുതിയ കവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് പോയേ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഞാൻ ഇൻസ്റ്റൻറ്റ് ചക്കയട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അല്ലേ. അന്ന് ഞങ്ങൾ ഒരു പാക്കറ്റേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ വീണ്ടും വേറെ വാങ്ങിക്കാനായിട്ട് വന്നതാണേ. അപ്പോൾ അന്ന് അത് വെച്ചിരുന്നത് ഓണത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളിലായിരുന്നേ. അപ്പോൾ ഇപ്പോൾ അത് റിമൂവ് ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങളത് കുറച്ച് തപ്പി പിടിക്കേണ്ടി വന്നേ. എങ്കിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ സെക്ഷൻ നമ്മൾ ലുലുവിലുള്ള ഏകദേശം എല്ലാ സെക്ഷനും കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ഏകദേശം എവിടെയാണ് ഇരിക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ നമ്മൾ വന്നു. അപ്പം 2 പാക്കറ്റ് ചക്കയുടെയും വാങ്ങിച്ചു. അതേപോലെ ബിരിയാണി മിക്സ് ഒരെണ്ണം വാങ്ങിച്ചു എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ള ഐസ്ക്രീമും എടുത്തു. അപ്പോൾ പാത്തു അതിനകത്ത് നോക്കുവാണേ അവൾക്ക് ഇഷ്ടമുള്ളതുണ്ടോ എന്ന്. അപ്പോൾ ആ സെക്ഷനിലില്ലായിരുന്നു. അപ്പോൾ ഇപ്പറേ സൈഡിൽ വന്നപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കോൺ ഐസ്ക്രീമും ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പം അതും എടുത്തു. അപ്പോൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് പിന്നെ ചിപ്സിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു വലിയ പാക്കറ്റ് ഒമാൻ ചിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാൻ ലേസൊക്കെ പോലെ ഇരിക്കും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ലേസിൻ്റെ അത്രയും കട്ടിയില്ല. നല്ല തിന്നായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഞങ്ങൾ പുറകിൽ നിന്ന് എടുക്കുക കേട്ടോ. ഈ മുമ്പിലുള്ളതൊക്കെ ചിലപ്പം ആളുകൾ വന്നിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് 1-2 എടുത്തുകൊണ്ട് പോവേ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്നും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വലിയ പുറകിൽ നിന്ന് നോക്കി എടുക്കുവാണേ. അങ്ങനെ ലുലുവിൽ നിന്ന് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയേ.
അങ്ങനെ ഞങ്ങളും എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടപ്പെട്ട iPhone 16 Pro Max വാങ്ങി എന്ന സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്